ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് പ്രോസസ്സാണ്. Planning process. The planning function of management is one of the most crucial ones. It involves setting the goals of the company and then managing the resources to achieve such goals. As you can imagine, it is a systematic process involving 8 well thought out steps. Let us take a look at the planning process. The planning process. The planning function of management is one of the most crucial ones. Planning process മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് ദ ഗോൾസ് ഓഫ് ദ കമ്പനി ആൻഡ് ദെൻ മാനേജിങ് ദ റിസോഴ്സ് ടു അച്ചീവ് സച്ച് ഗോൾസ്. കമ്പനി ലക്ഷ്യം നിർണ്ണയിക്കുന്നതും അത്തരം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ആസ് യു ക്യാൻ ഇമാജിൻ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഇൻവോൾവിങ് 8 well thought of out steps. ഇതിന് ഒരു 8 സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. എന്നിട്ട് ഇനി അതേതൊക്കെ നോക്കാം. ദ പ്ലാനിങ് പ്രോസസ്സ്. 1 പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. 2 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. 3 പ്ലാനിങ് പ്രിമൈസസ്. 4 ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. 5 ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. 6 ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്. പിന്നെ 7 ഫോർമുലേഷൻ ഓഫ് സപ്പോർട്ടിംഗ് പ്ലാൻ. 8 എസ്റ്റാബ്ലിഷിംഗ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ഇനി അതിലൊന്ന് പെർസെപ്ഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി. An important part of the planning process is to be aware of the business opportunities in the firm's external environment as well as within the firm. ആസൂത്രണ പ്രക്രിയയുടെ പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ ഒരു പ്രധാന ഭാഗം സ്ഥാപനത്തിൻ്റെ ബാഹ്യ പരിസ്ഥിതിയിലും സ്ഥാപനത്തിനുള്ളിലെ ബിസിനസ് അവസരങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുക എന്നതാണ്. Once such opportunities get recognized, the managers can recognize the actions that need to be taken to realize them. അത്തരം അവസരങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാനേജർമാർക്ക് അവ തിരിച്ചറിയുന്നതിനുള്ള ആവശ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. 2 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. This is the second and perhaps the most important step of the planning process. Here we establish the objectives for the whole organization and also individual departments. പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണിത്. മുഴുവൻ ഓർഗനൈസേഷനും വ്യക്തിഗത വകുപ്പുകൾക്കുമുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഈ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ ഒരു പൊതുദിശ നൽകും. വകുപ്പുകളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ ആസൂത്രിതവും പിന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതായിരിക്കും. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് പ്രൊവൈഡ് എ ജനറൽ ഡയറക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബി മോർ പ്ലാൻഡ് ആൻഡ് ഡീറ്റെയിൽഡ്. Objectives can be long term and short term as well. They indicate the end result the company wishes to achieve. ലക്ഷ്യങ്ങൾ ദീർഘകാലവും ഹ്രസ്വകാലവും ആകാം. കമ്പനി നേടാൻ ആഗ്രഹിക്കുന്ന എൻഡ് റിസൾട്ടാവും ഇത് സൂചിപ്പിക്കുക. പിന്നെ 3 പ്ലാനിംഗ് പ്രിമൈസസ്. Planning is always done keeping the future in mind. However, the future is always uncertain. So in the function of management, certain assumptions will have to be made. These assumptions are the premises. Such assumptions are made in the form of forecast, existing plans, past policies, etc. പ്ലാനിങ് എല്ലായ്പ്പോഴും ഭാവി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുക. എന്നിരുന്നാലും ഭാവി എല്ലായ്പ്പോഴും അൺസേർട്ടൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ ചില അനുമാനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ അനുമാനങ്ങളാണ് പരിസരം. അത്തരം അനുമാനങ്ങൾ പ്രവചനങ്ങൾ, നിലവിലുള്ള പദ്ധതികൾ, മുൻകാല നയങ്ങൾ മുതലായവയുടെ രൂപത്തിലായിരിക്കും. These planning premises are also of 2 types, internal and external. External assumptions deal with the factors such as political environment, social environment, the advancement of technology, competition, government policies, etc. Internal assumptions deal with policies, availability of resources, quality of management, etc. പ്ലാനിംഗ് പ്രിമൈസസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. അതിൽ എക്സ്റ്റേണലിൽ രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, സാങ്കേതിക വിദ്യയുടെ പുരോഗതി, മത്സരം, സർക്കാർ നയങ്ങൾ തുടങ്ങിയവയായിരിക്കും. ഇൻറ്റേർണലിൽ നയങ്ങൾ, വിഭവങ്ങളുടെ ലഭ്യത, മാനേജ്മെൻറ്റിൻ്റെ ഗുണനിലവാരം മുതലായവ കൈകാര്യം ചെയ്യും. 4 ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ സാധ്യതകളുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഒന്നിനെ തിരഞ്ഞെടുക്കുന്നതാണ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞത്. ഇനി ആ സ്റ്റെപ്പ് എന്താ നോക്കാം.
The fourth step of the planning process is to be identify the alternatives available to the managers. There is no one way to achieve the objectives of the firm. There is a multitude of choice. All of these alternative courses should be identified. There must be options available to the manager. പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ നാലാമത്തെ ഘട്ടം മാനേജർമാർക്ക് ലഭ്യമായ ആൾട്ടർനേറ്റീവ് തിരിച്ചറിയുക എന്നതാണ്. സ്ഥാപന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഒരു വഴിയുമില്ല, എന്നാൽ ധാരാളം ചോയ്സുകളുണ്ട്. ഈ ഇതര ചോയ്സുകളെല്ലാം തിരിച്ചറിയുകയും വേണം. അതിന് മാനേജർമാർക്ക് ഓപ്ഷനുകൾ ലഭ്യമായിരിക്കുകയും വേണം. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവിൽ പറയുന്നത്. അഞ്ചാമത്തെ ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. The next step of the planning process is to evaluate and closely examine each of the alternative plans. Every option will go through an examination where all the pros and cons will be weighed. The alternative plans need to be evaluated in light of the organizational objectives. Evaluation of alternative പറയുന്നത് പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ അഞ്ചാമത്തെ സ്റ്റെപ്പാണിത്. ഇതിൽ ആൾട്ടർനേറ്റീവ് പ്ലാൻസ് വിലയിരുത്തുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യണം. എല്ലാ ഓപ്ഷനുകളും ഒരു പരീക്ഷയിലൂടെ ആയിരിക്കും കടന്നു പോവുക. അവിടെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ തൂക്കി നോക്കും. ഒരു സംഘടനയെ വെച്ച് നോക്കുമ്പോൾ ആൾട്ടർനേറ്റീവ് പ്ലാൻസ് വിലയിരുത്തുന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. ആറാമത്തേത് ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്. ഫൈനലി we reach the decision making stage of the planning process. Now the best and most feasible plan will be chosen to be implemented. The ideal plan is the most profitable one with the least amount of negative consequences and is also adaptable to dynamic situations. The choice is obviously based on scientific analysis and mathematical equations. ആറാമത്തേത് ചോയ്സ് ഓഫ് ആൾട്ടർനേറ്റീവിലെ ഒരു ചോയ്സ് എടുക്കാം. അതിൽ പ്ലാനിങ് പ്രോസസ്സിൻ്റെ അവസാന സ്റ്റെപ്പാണിത്. ഇതിലാണ് ഒരു ഡിസിഷൻ ആയിട്ട് എടുക്കുക. ഇതിൽ ഏറ്റവും മികച്ചതും പ്രായോഗികവുമായ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കും. ഏറ്റവും കുറഞ്ഞ നെഗറ്റീവ് പ്രത്യാഘാതവും ഏറ്റവും ലാഭകരവുമായ ഏതുമാണ് പ്ലാൻ. മാത്രമല്ല ചലനാത്മക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമായിരിക്കണം തിരഞ്ഞെടുക്കുന്ന പ്ലാൻ. പിന്നെ ദ ചോയ്സ് ഈസ് ഒബ്വിയസ്ലി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. ചോയ്സ് വ്യക്തമായും ശാസ്ത്രീയ വിശകലനത്തെയും ഗണിതശാസ്ത്ര സമവാക്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഫോർമുലേഷൻ ഓഫ് സപ്പോർട്ടിംഗ് പ്ലാൻ. Once you have chosen the plan to be implemented, managers will have to come up with one or more supporting plans. These secondary plans help with the implementation of the main plan. So all these secondary plans are in fact part of the main plan. അതിൽ പറയുന്നത് നടപ്പിലാക്കേണ്ട പ്ലാന് തിരഞ്ഞെടുത്താൽ മാനേജേഴ്സ് ഒന്നോ അതിലധികമോ സപ്പോർട്ടിംഗ് പ്ലാൻസ് കൊണ്ടുവരണം. അതാണ് വൺസ് യു ഹാവ് ചോസൺ ദ പ്ലാൻ ടു ബി ഇംപ്ലിമെൻറ്റഡ് മാനേജേഴ്സ് വിൽ ഹാവ് ടു കം അപ്പ് വിത്ത് വൺ ഓർ മോർ സപ്പോർട്ടിംഗ് പ്ലാൻസ്. പിന്നെ ദീസ് സെക്കൻഡറി പ്ലാൻസ് ഹെൽപ്പ് വിത്ത് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ മെയിൻ പ്ലാൻ. ഇത് മെയിൻ പ്ലാൻ നടപ്പിലാക്കാൻ കൂടുതൽ സഹായിക്കുന്നുണ്ട്. സോ ഓൾ ദീസ് സെക്കൻഡറി പ്ലാൻസ് ആർ ഇൻ ഫാക്ട് പാർട്ട് ഓഫ് ദ മെയിൻ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ കൊണ്ടുവരുന്ന സെക്കൻഡറി പ്ലാൻസൊക്കെ മെയിൻ പ്ലാൻസിൻ്റെ ഒരു ഭാഗമായിരിക്കും. 8. Establishing sequence of activities. And finally we come to the last step of the planning process, implementation of the plan. This is when all the other functions of management come into play and the plan is put into action to achieve the objectives of the organization. The tools required for such implementation involve the types of plans, procedures, policies, budgets, rules, standards, etc. ഈ അവസാന സ്റ്റെപ്പിൽ പ്ലാൻ നടപ്പിലാക്കുന്നു. സംഘടനാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പ്ലാൻ നടപ്പിലാക്കുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും പ്രാബല്യത്തിൽ വരും. ആവശ്യമായ പ്ലാനുകളിൽ നടപടിക്രമങ്ങൾ, നയങ്ങൾ, ബജറ്റുകൾ, നിയമങ്ങൾ, മാനദണ്ഡങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അത് മാനേജ്മെൻറ്റിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുകയും ചെയ്യും. താങ്ക് യു.